ഗുജറാത്തിലെ സൂറത്ത് ലോക്സഭാ സീറ്റിൽ മത്സരിച്ച ബി.ജെ.പി കാൻഡിഡേറ്റായ മുകേഷ് ദലാൽ എതിരില്ലാതെ ജയിച്ചു. വെറുതെ ജയിച്ചതല്ല, പുള്ളിക്ക് ജയിക്കാൻ വേണ്ടി ഒരു തിരഞ്ഞെടുപ്പിന്റെ പോലും ആവശ്യം വന്നില്ല. അതും തിരഞ്ഞെടുപ്പ് തീയതിയായ മെയ് 7-ന്, രണ്ടാഴ്ചയോളം മുന്നേ തന്നെ അദ്ദേഹത്തെ MP ആയി സെലക്ട് ചെയ്തു. ഇതെങ്ങനെയെന്നല്ലേ, വേറെ നോമിനേഷൻസ് ഉണ്ടായിരുന്നു, വേറെ പാർട്ടിക്കാരെ നോമിനേഷൻസ് കൊടുത്തു, കുറച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു. എന്നാൽ പല സാങ്കേതിക കാരണങ്ങൾ കാരണം മറ്റു പാർട്ടികളുടെ നോമിനേഷൻസ് തള്ളപ്പെടുകയും ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നോമിനേഷൻസ് പിൻവലിക്കേണ്ട അവസാന തീയതി അവരുടെ നോമിനേഷൻസ് പിൻവലിക്കുകയും ചെയ്തു. പിന്നെ അവശേഷിച്ചത് നമ്മുടെ ബി.ജെ.പി കാൻഡിഡേറ്റായ മുകേഷ് ദലാലാണ്. അദ്ദേഹത്തിനെ തന്നെ MP ആയി സെലക്ട് ചെയ്യുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അമർഷം തോന്നി. നമ്മുടെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ എങ്ങനെയാണ് 16 ലക്ഷത്തോളം വരുന്ന വോട്ടേഴ്സിന്റെ വോട്ട് പോലും രേഖപ്പെടുത്താതെ ഒരാളെ MP ആയി സെലക്ട് ചെയ്തത്? ഇതൊക്കെ നിയമസാധുതയുള്ള കാര്യങ്ങളാണോ? അത്രയും വോട്ടേഴ്സിന്റെ ജനവിധി തന്നെയാണോ ഇത്? 16 ലക്ഷം പേർക്കും എന്തായിരുന്നാലും അദ്ദേഹത്തിന് തന്നെ വേണം എന്നുണ്ടാവില്ലല്ലോ. അപ്പൊ ബാക്കിയുള്ളവർക്ക് അവരുടെ അവകാശങ്ങൾ രേഖപ്പെടുത്താനുള്ള ചാൻസ് ഇല്ല. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. വരൂ നമുക്ക് പരിശോധിക്കാം ഇതിനെന്തെങ്കിലും നിയമസാധ്യത ഉണ്ടോ എന്നുള്ളത്. ഇന്ത്യയിൽ പ്രധാനമായും 2 റൂൾസിനെ ആധാരമാക്കിയാണ് ഇലക്ഷൻസ് നടക്കുന്നത്. ഒന്ന് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 RPA, രണ്ടാമത്തത് കണ്ടക്ട് ഓഫ് ഇലക്ഷൻസ് 1961. RPAയുടെ 53-ാമത്തെ സെക്ഷൻ പ്രകാരം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം സീറ്റുകളുടെ എണ്ണത്തിനേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ ഇലക്ഷൻസ് നടത്താവുന്നതാണ്. നമ്മൾ സൂറത്തിന്റെ തന്നെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ലോക്സഭാ സീറ്റും നോമിനേഷൻസ് വന്ന സമയത്ത് 24ഓളം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. അതായത് 24 പേർ ആ ഒരൊറ്റ സീറ്റിന് വേണ്ടി മത്സരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇലക്ഷൻസ് നടത്താം. പക്ഷേ നമ്മുടെ സീറ്റുകളുടെ എണ്ണവും സ്ഥാനാർത്ഥികളുടെ എണ്ണവും തുല്യമാണെങ്കിൽ ഇലക്ഷൻസ് നടത്താതെ തന്നെ ആ സ്ഥാനാർത്ഥിയെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വീണ്ടും സൂറത്തിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നോമിനേഷൻസ് എല്ലാം പിൻവലിക്കേണ്ട ഡേറ്റ് ആയപ്പോഴത്തേക്കും ഒരു സ്ഥാനാർത്ഥി മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ ഒരു സീറ്റിന് വേണ്ടി മത്സരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ MP ആയി സെലക്ട് ചെയ്തു. അപ്പോൾ സൂറത്തിൽ നടന്നത് ടോട്ടലി നിയമപരമായ ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ ഇവിടെ ഹനിക്കപ്പെടുന്നത് എത്രയോ ലക്ഷത്തോളം വരുന്ന വോട്ടർമാരുടെ അഭിപ്രായത്തെയാണ്. അതായത് നമുക്ക് നിലവിലെ നിയമവ്യവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വോട്ടേഴ്സിനെക്കാളും അധികാരം എപ്പോഴും കാൻഡിഡേറ്റ്സിനാണ്. നമുക്ക് തിരഞ്ഞെടുക്കാൻ സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ വോട്ട് ചെയ്യുക എന്നുള്ള നിയമപരമായ ആ ഒരു റൈറ്റ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിന് മറ്റൊരു ഉദാഹരണവും കൂടിയുണ്ട്. ഇപ്പൊ അഥവാ ഒരു തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് തുല്യ വോട്ടാണ് ലഭിക്കുന്നതെങ്കിൽ അവിടെ ഒരു നറുക്കിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെയും വോട്ടർമാരെക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സ്ഥാനാർത്ഥികൾക്കുമാണ്. തിരഞ്ഞെടുപ്പിനെ വേണമെങ്കിൽ നമുക്കൊരു ലേലം വിളിയോട് ഉപമിക്കാം. പക്ഷെ ലേലം വിളിയിൽ പോലും ഒരു ബിഡറെ ഉള്ളെങ്കിൽ ഒരു മിനിമം അമൗണ്ടിന് താഴെ നമുക്ക് ലേലം വിളിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ ഇവിടെ വോട്ടെടുക്കുന്ന സമയത്ത് ഒരു സ്ഥാനാർത്ഥി ഉള്ളെങ്കിൽ അയാൾക്ക് ഒരു വോട്ട് കിട്ടിയാൽ പോലും അദ്ദേഹം ജയിക്കുന്നതാണ്. കാരണം നോട്ടയ്ക്ക് ഇലക്ട്രൽ വാല്യൂ ഇല്ലല്ലോ. അത് നമ്മൾ നേരത്തെ വീഡിയോ സംസാരിച്ചതാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ പോസിബിൾ സൊല്യൂഷൻസ് ആണ് ഉള്ളത് നോക്കാം. ഒന്ന്, നോട്ടയ്ക്ക് ഇലക്ട്രൽ വാല്യൂ പ്രഖ്യാപിക്കുക. നോട്ടയ്ക്ക് ഇലക്ട്രൽ വാല്യൂ പ്രഖ്യാപിക്കുന്നത് വഴി സ്ഥാനാർത്ഥിയെക്കാളും കൂടുതലാണ് നോട്ടയ്ക്ക് ലഭിക്കുന്നതെങ്കിൽ ഒരു റീ എലക്ഷൻ, ഒരു പുതിയ ഇലക്ഷൻ വിത്ത് പുതിയ കാൻഡിഡേറ്റ്സ് എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനോ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനോ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു മിനിമം ശതമാനം വോട്ടെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇലക്ഷന് കൂടുതലും ജനങ്ങളുടെ ശബ്ദം പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ ഇതിനും പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ കണ്ടീഷൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റീ ഇലക്ഷൻസ് നടത്തേണ്ടി വന്നേക്കാം. പക്ഷെ ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ എപ്പോഴും ജനങ്ങളുടെ ശബ്ദത്തിനും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും ആയിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത്. സ്ഥാനാർത്ഥികൾക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാം തീർത്ത് വെച്ച് അടുത്ത നടപടിയിലേക്ക് പോകാം എന്നുള്ളൊരു കാര്യമായിരിക്കരുത്. അപ്പോൾ കുറച്ച് അസൗകര്യങ്ങൾ ഉണ്ടാവും. അസൗകര്യങ്ങൾക്ക് മേലെ ആയിരിക്കണം ജനാധിപത്യം എന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ടാകണം. സൂറത്തിലേത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിന് സമാനമായ സ്ഥിതിവിശേഷങ്ങൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കാണാമെന്നതാണ് 2024 ഇലക്ഷൻസിന്റെ ഒരു വലിയ പ്രത്യേകത. സൂറത്തിലെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സാങ്കേതിക കാരണങ്ങളാൽ പത്രിക തള്ളപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ചെന്ന് ചേർന്നത് BJP-യിലായിരുന്നു. ഇതിന് സമാനമായ മറ്റൊരു സംഭവം ഇൻഡോറിലും ഉണ്ടായി. അവരുടെ ഇലക്ഷൻസിന് മുന്നേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക പിൻവലിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടായിരിക്കും ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പ്രത്യേക പാർട്ടിയിലേക്ക് ആൾക്കാർ ചേക്കേറുന്നത്? ഇത് മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും വളരെ വൈകുന്നതിന് മുന്നേ തന്നെ നമുക്ക് സാധിക്കട്ടെ.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനി ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.